റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. റാഗിപ്പൊടി വെച്ച് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. റാഗിപ്പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ചോദിച്ചു വാങ്ങി കഴിച്ചോളും. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്, ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 1.5 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊടി അടിയിൽ പോയി കട്ട പിടിക്കാതിരിക്കാനാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് ചോറും ഇട്ട് കൊടുക്കാം. മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏലക്കായ അപ്പം ചേർക്കാൻ മറന്നതായിരുന്നു, പിന്നീട് പകുതി അരച്ചപ്പോഴാണ് ഓർമ്മ വന്നത്, അപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരാനുള്ള സ്ഥലം കൂടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അടപ്പടച്ച് 3-4 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു റിങ് കൂടി ഇറക്കി വെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഞാൻ നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത്. 4 മണിക്കൂറിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ 2 പാത്രത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പടച്ച് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേവായിട്ടുണ്ടോ എന്നൊരു പപ്പടക്കോല് വെച്ച് കുത്തി നോക്കാം. മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വേവായിട്ടുണ്ട് എന്നാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുത്ത നെയ്യ് ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു തിളക്കം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇതിൻ്റെ ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ വട്ടയപ്പ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡൊന്ന് കത്തി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിൻ്റെ അടിയിലോ സൈഡിലോ ഒന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ ഈ മാവ് ഒന്നിച്ചൊഴിച്ചത് കൊണ്ട് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേവാനായിട്ട്. പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവായി കിട്ടും. 1/2 കപ്പ് ശർക്കര ഒരു പാകത്തിനുള്ള മധുരമാണ്. അധികം മധുരം വേണമെന്നുള്ളവർ 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.